ലത സൃജുക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീട്ടിലൊരു പുതിയ എയർ ഫ്രയർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സമൂസ, പിന്നെ വെജിറ്റബിൾ ബ്രെഡ് റോള്, പനീർ ലോലിപോപ്പ്, ഇതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു സവാള, ഒരു ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതുണ്ട്, ഒരു ക്യാപ്സിക്കം, 3 പച്ചമുളക്, കുറച്ച് ക്യാബേജ്, ഒരു ബ്രെഡ്, പനീർ, ഇതൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാബേജ് ഇവിടെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു സവാള, കുറച്ച് ക്യാരറ്റ്, ഒരു 2-3 പച്ചമുളക് ഒക്കെ ഇതിൽ തന്നെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. പിന്നീട് ഞാൻ അതിലേക്ക് ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ആ ക്യാപ്സിക്കം ഒന്ന് ചെറുതാക്കി മുറിക്കാനായിട്ട് ഞാൻ അതിൽ തന്നെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഇവിടെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊടിച്ചിട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ വെജിറ്റബിൾ റോളാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് റോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു 4-5 ബ്രെഡും ഇതുപോലെ തന്നെ ഒന്ന് നനച്ചിട്ട് അതും കൂടി നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും, ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഒരു 4-5 ബ്രെഡും കൂടി ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്. അത് ആകുമ്പോഴേക്കും നമുക്ക് എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വയ്ക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഞാൻ അതിലേക്ക് പനീറിൻ്റെ ചെറിയ കഷ്ണം കൂടി മുറിച്ച് ചേർക്കുന്നുണ്ട്. ആ വെജിറ്റബിൾസിൻ്റെ ഒക്കെ കൂടെ പനീറും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പനീറും ചേർക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്, കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള എയർ ഫ്രയറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അല്പം ഒരു ടീസ്പൂണ്, വളരെ 1-2 ടീസ്പൂണ് ഓയിലും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. ഓയിൽ കൂടുതലൊന്നും ചേർക്കണ്ട, വളരെ കുറച്ച് ചേർത്തിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പം പ്രീ ഹീറ്റ് ആയിട്ടുള്ള എയർ ഫ്രയറിലേക്ക് ഞാൻ ആ വെജിറ്റബിൾസിൻ്റെ മിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇനി ഞാനൊരു 4-5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റങ്ങളൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം അതൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇല്ലേ, അതിൻ്റെ കൂടെ ഇതൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം. കാരണം നമുക്ക് കയ്യിൽ റോളാക്കാനും എളുപ്പമായിരിക്കും, ടേസ്റ്റും കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബ്രെഡൊന്ന് വെള്ളത്തിൽ ഇതാക്കിയിട്ട് പൊടിച്ചിട്ട് അതും കൂടി ചേർക്കാൻ പോവുകയാണ്. ഇപ്പം ആ ബ്രെഡ് ചേർത്തതിന് ശേഷം അതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കിങ്ങനെ ഉരുട്ടാൻ കിട്ടണം, അതൊരു റോള് പോലെ അല്ല, ഇങ്ങനെ ഇതാവാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡും ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് വയ്ക്കാം.
ഇനി അതിൻ്റെ മേലെ ഞാൻ കുറച്ച് വെണ്ണയാക്കി കൊടുക്കുകയാണ്. ടേസ്റ്റും കൂടും, പിന്നെ നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആവണമെങ്കിൽ നമുക്ക് വെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ണയോ വേറെ ഏതെങ്കിലും ഓയിൽ മതി, ഞാനിവിടെ വെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുമ്പേ അതിൻ്റെ അടിയിലും വേണമെങ്കിൽ കുറച്ചൊന്ന് വെണ്ണയൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഞാനതാ ഇതിൽ എപ്പോഴും നമ്മൾ ഡയറക്റ്റ് വയ്ക്കാതെ ഇതുപോലെ എന്തെങ്കിലും സിലിക്കോൺ ഇതുപോലെ അല്ലെങ്കിൽ പേപ്പറിൻ്റെ അങ്ങനെ കിട്ടും, അതിൽ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോഴിതാ അത് വെച്ചിട്ട് ഞാൻ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു 200 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അതാ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് മറിച്ചിട്ട് കൊടുത്ത് അവിടെ നല്ല കളർ വന്നിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ടിട്ടും ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ അതാ ഞാനൊന്ന് തിരിച്ചിട്ടതിന് ശേഷം അത് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ വെജിറ്റബിൾ ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. കണ്ടോ, മുറിച്ച് നോക്കുന്ന സമയത്ത് നല്ല മുകളിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പച്ചക്കറിയും പനീറും ഒക്കെ ഉള്ളതല്ലേ, വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഏതായാലും പ്രീ ഹീറ്റാക്കി വെച്ചിട്ടുള്ള ഇതല്ലേ, അതിലേക്ക് ഞാനൊരു 2-3 പപ്പടം ഒന്ന് മുറിച്ചിട്ടിട്ട്, എണ്ണയൊന്നും ആക്കിയിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അത് എങ്ങനെയാവും നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പടം അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ടെമ്പറേച്ചർ, ഈ പപ്പടം ആയതുകൊണ്ട് പെട്ടെന്ന് ആവും കേട്ടോ. നമ്മൾ ടെമ്പറേച്ചർ ഒരു 200-ൽ ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ അതാ 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പം കണ്ടോ, നല്ല പോലെ പപ്പടം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ സമൂസയാണ് ഉണ്ടാക്കുന്നത്. ആ വെജിറ്റബിൾസ് ആദ്യം ഉണ്ടാക്കി വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതിൽ തന്നെ സമൂസ. അതുപോലെ മുമ്പ് ഞാൻ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഷീറ്റ് വാങ്ങിയതാണ്. അപ്പോൾ ആ സമൂസ ഷീറ്റിൽ ഞാൻ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പച്ചക്കറി മിക്സ്ഡ് പച്ചക്കറി പനീറൊക്കെ കൂടി കൂട്ടിയിട്ടുള്ള വെജിറ്റബിൾസ് അത് ഞാൻ സമൂസയുടെ ഉള്ളിൽ വെച്ചിട്ട് എയർ ഫ്രയറിൽ വെച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് സമൂസയും കൂടി അതിൽ ഉണ്ടാക്കി നോക്കുകയാണ്. ഈ എയർ ഫ്രയർ ഉപയോഗിക്കുന്നതുകൊണ്ട് ശരിക്കും വളരെ നല്ലതാണ്. കാരണം നമുക്ക് പാചകത്തിന് വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഡീപ്പ് ഫ്രൈ ഒക്കെ ആകുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കുകയൊക്കെ ഇല്ലേ, ഇതിപ്പം എണ്ണയൊന്നും തീരെ, വളരെ നമ്മൾ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമോസയുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് അതിൽ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം എയർ ഫ്രയറിൽ വെച്ചതിന് ശേഷം ഞാൻ അതൊരു 200 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഓയിലും വളരെ കുറച്ച് ഉപയോഗിച്ചുള്ളൂ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ചെയ്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയൊന്നും ഇല്ലാതെ സമൂസ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് പനീർ ലോലിപ്പോപ്പാണ്. അതിനായിട്ട് ഞാൻ അല്പം മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ മൈദ എടുക്കുക. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരു 6 എണ്ണമൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് അതിലേക്ക് അല്പം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. കാരണം നമ്മൾ പനീർ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ മുക്കിയെടുക്കാൻ. ഇനി അതിൽ അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ പെറി പെറി എന്ന് പറയുന്ന
ഒരു ഇത്. അത് അല്ലെങ്കിൽ നിങ്ങൾ ചില്ലി ഫ്ലേക്സ് ആണെങ്കിൽ അത് ചേർത്താലും മതി. ഞാൻ പെറി പെറിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അത് ചേർത്ത് കുറച്ച് നമ്മൾ പനീർ അതിൽ മുക്കി എടുക്കാൻ തക്കത്തിൽ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. ഇനി നമുക്ക് പനീർ മുറിച്ചെടുക്കാം. പനീർ ഞാനൊരു 6 പീസാണ് മുറിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ കോൺഫ്ലേക്സ് ആണ് ഞാൻ അതിന് ചുറ്റും ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ആ കോൺഫ്ലേക്സ് നല്ല പോലെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കുക. അപ്പോൾ നമുക്ക് ആ കടിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആവും. അപ്പോൾ ഈ പനീർ മുറിച്ചത് ആ പേസ്റ്റിൽ മുക്കിയതിന് ശേഷം ഈ ഇതിൽ കവർ ചെയ്യുക. നമ്മൾ ബ്രെഡ് ക്രംസൊക്കെ കവർ ചെയ്യില്ലേ, അതുപോലെ ഞാൻ ഒന്നും കൂടി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് കോൺഫ്ലേക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കോൺഫ്ലേക്സ് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്, പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാ ഓരോ പനീറിൻ്റെ കഷ്ണം ആ പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിൽ ഇതാക്കിയതിന് ശേഷം പൊതിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഈ കോൺഫ്ലേക്സ് പൊടിച്ചെടുത്തിട്ടില്ലേ അതിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 6 പീസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇതുപോലെ മറ്റേ എയർ ഫ്രയറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സിലിക്കോണോ അല്ലെങ്കിൽ പേപ്പറിൻ്റെ ഇതിലോ വെച്ചിട്ട് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മറ്റത് ക്ലീൻ ചെയ്യാനൊക്കെ വിഷമമായിരിക്കും. അപ്പോൾ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്. കാരണം ഇത് അധികം വേവാനൊന്നും ഇല്ല. ഇത് പനീറും മറ്റേ ആ കോൺഫ്ലേക്സിൻ്റെ അതുമല്ല. അപ്പം 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് ഞാനിത് ആവാൻ വേണ്ടി ടൈം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതായത് ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഓരോന്നും പുറത്തേക്ക് എടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പനീർ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ അത് നമ്മൾ പനീർ ലോലിപോപ്പ് തുറന്ന് നോക്കിയപ്പോൾ അതാ ഉള്ളിലെ പനീർ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എയർ ഫ്രയറിലുണ്ടാക്കിയ ഈ സമൂസയും ബ്രെഡ് റോളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.